നമസ്കാരം, ഗുഡ് ഈവനിങ്. മാരിവില്യൻ ഗോപുരങ്ങൾ എൻ്റെ രണ്ടാമത്തെ ചലച്ചിത്രമാണ് ലൂക്കയ്ക്ക് ശേഷം. 2019 ലൂക്ക ഇറങ്ങിയത്. അപ്പോൾ ഈ വർഷം നമ്മളിപ്പോൾ അടുത്ത ചിത്രത്തിന് വേണ്ടി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. മാരിവില്യൻ ഗോപുരങ്ങൾ ഒരു അർബൻ ഫാമിലി ഡ്രാമയാണ്, ഒരു എൻ്റർടൈനറാണ്, എൻഡ് ടു എൻഡ് ഒരു ഫൺ ഫിലിമാണ്. അപ്പോൾ ഇവിടെ ഈ പ്രസ് മീറ്റിന് വന്നുചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഞാൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സിയാദക്ക കോക്കസ് ഫിലിംസിന്റെ അമരക്കാരനാണ്. സിയാദക്കയാണ്, സിയാദക്കയുടെ മകൾ ഷർമീൻ സിയാദ്. ഷർമീൻ ആണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരെല്ലാവരും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വിൻസി അലോഷ്യസ്, സർജാന ഖാലിദ്, ഇന്ദ്രിയ സുകുമാരൻ, ശ്രുതി രാമേന്ദ്രൻ, പിന്നെ ഞാൻ വസിഷ്ഠ് ഉമേഷ്, ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയ പ്രമോദ് മോഹൻ. ഒഫീഷ്യലി ഇത് ഷെറിൻ, ഷിൻറ്റോ, റോണി, മീനാക്ഷി, ഇവരാണ് 4 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് 4 കഥാപാത്രങ്ങൾ സിനിമയില്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഫൺ ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. ലൂക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട്, ലൂക്ക ഒരു ഇമോഷണൽ ഡ്രാമയായിരുന്നെങ്കിൽ ലൂക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു എൻഡ് ടു എൻഡ് ഫൺ ഫിലിം, ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു സിനിമ, ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സിനിമ. എന്നാൽ അതിലൂടെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, 4 ചെറുപ്പക്കാരുടെ ലൈഫിൽ, 2 കപ്പിളിന്റെ ലൈഫിലുള്ള കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, വളരെ വ്യത്യസ്തമായുള്ള ആർക്കുള്ള 4 കഥാപാത്രങ്ങളാണ്. അവരൊരുമിച്ച് ഒരു കുടുംബമാണ്. ആ കുടുംബം അവരൊരുമിച്ച് ഒരു കുട കീഴിൽ ഏതാനും മാസങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ നല്ല നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുന്ന കുറേ ഏറെ അവരുടെ ലൈഫിലെ, അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കുറേ ഇൻസിഡൻസ്, ഇതാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ ഇന്ത്യയുടെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം, നന്ദി. അവരോട് സൂചിപ്പിച്ച പോലെ ഇതൊരു മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന സിനിമ ഒരു ഫൺ ഫാമിലി എന്റർടൈനറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ്. കാരണം വലിയൊരു കാലഘട്ടത്തിന് ശേഷമാണ് ഒരു ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനർ ഞാൻ ചെയ്യുന്നത്. ഹ്യൂമർ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ളൊരു നടനാണ് ഞാൻ. അത്യാവശ്യം കുറച്ച് ഹ്യൂമർ കഥാപാത്രങ്ങൾ അതിനുമുമ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം വലിയ രീതിയിൽ പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രാക്ക് പിടിച്ച് തന്നെ അങ്ങനെയുള്ള ലൈറ്റർ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് അരുൺ എന്ന് പറയുന്നത്. ഇത് ഒരു ഫാമിലി എന്റർടൈനർ ആണ്, വിച്ച് മീൻസ് ലിറ്ററലി ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ്. ഷിൻഡോന്റെ സഹോദരനായ റോണി, ഷിൻഡോന്റെ ഭാര്യ ഷെറിൻ, റോണിയുടെ ഗേൾഫ്രണ്ട് മീനാക്ഷി, ഇവർ 4 പേരുടെയും കഥയാണ്. 4 പേരുടെയും ലൈഫിലുണ്ടാവുന്ന ചില ക്രൈസിസുകൾ, അതങ്ങനെ ഒരു സെൻട്രൽ സ്ട്രക്ചറുള്ള സിനിമയല്ല. പക്ഷെ ഇവരുടെ 4 പേരുടെയും സ്റ്റോറിയിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ ഒരു ഫാമിലി യൂണിറ്റ് എന്ന നിലയ്ക്ക് ഇവർ തരണം ചെയ്ത് മുന്നോട്ട് പോയി അത് കൾമിനേറ്റ് ചെയ്യുന്നതാണ് സിനിമ. പക്ഷേ പറഞ്ഞു പോയിരിക്കുന്ന രീതി കംപ്ലീറ്റ്ലി ഹ്യൂമർ നിറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും കംപ്ലീറ്റ് ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആയിട്ടാണ് ഈ ചിത്രം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. സിയാദക്കയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലെജൻഡറി ഹിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ്. വിദ്യാജിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ കാര്യമുള്ളതിന് ശേഷം പാട്ടുകൾ ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 5-6 സോങ്സ് നമുക്കുണ്ട്. അതിലിപ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള 2 സോങ്സ് 3 സോങ്സ്. അപ്പൊ എന്തുകൊണ്ടും ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് പ്രോജക്റ്റ്. നല്ലൊരു എന്റർടൈൻമെന്റ് ഒരുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.